Good afternoon. Good afternoon. കേൾക്കുന്നില്ലേ നിങ്ങള്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? റിപ്ലൈ ഇല്ലല്ലോ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണല്ലേ? ഹാപ്പി ന്യൂ ഇയർ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനില് നമ്മള് പ്രിവാലൻസ് ഇപ്പൊ അതിനകത്ത് ഇൻക്രീസിങ് ഫാക്ടറും ഡിക്രീസിങ് ഫാക്ടറും ആണ് പറഞ്ഞത് അല്ലെ? ഫാക്ടർ അഫക്റ്റിംഗ് പ്രിവാലൻസ്, പ്രിവാലൻസിനെ അഫക്ട് ചെയ്യുന്ന വർദ്ധിപ്പിക്കുന്ന ഫാക്ടേഴ്സ്, പ്രിവാലൻസ് റേറ്റ് കുറയ്ക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? രണ്ട് ടേബിൾ ആക്കി തന്നിട്ടുണ്ട്. ആ ടേബിൾ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഇത്രയല്ല പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻസിഡന്റ് ആണ്. ഇൻസിഡന്റ് എന്ന് പറഞ്ഞ എന്താ? ഒരു സംഭവം. ഇൻസിഡന്റ് അതായത് നമ്മളിപ്പോ എക്സാമ്പിൾ ആയിട്ട് ഇൻസിഡന്റ് കേസ് നമുക്ക് ഈ അടുത്തിടെ നമുക്ക് ഒരു ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്ത പേഷ്യൻസിന്റെ റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. A person who is newly diagnosed with a diabetes is an incident case. അത് ഇൻസിഡന്റ് കേസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഈ പുതിയതായിട്ട് ഡയബറ്റീസ് റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ ഒരു എണ്ണം, അല്ലെങ്കിൽ നമുക്ക് പറയാം ആസ്മ, എബോള, HIV ഇതൊക്കെ പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം, അതാണ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇൻസിഡന്റ് എക്സാമ്പിൾ പറയാം. പ്രിവാലൻസിന് നമ്മൾ എക്സാമ്പിൾ ചെയ്ത കോവിഡ് പറഞ്ഞത്, രോഗവ്യാപനം പ്രിവാലൻസ് പറഞ്ഞ. ഇൻസിഡന്റ് എന്ന് പറഞ്ഞത് ഒരു സംഭവം, അതായത് നമ്മൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം. ഇതാണ് ഞാൻ പറഞ്ഞത് എക്സാമ്പിൾ ആയിട്ട്. നമുക്ക് ഒരു ഡയബറ്റീസ് പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം. ഓക്കെ, അതെ. എന്നാ നോക്കിയേ, ഇൻസിഡന്റ് ഈസ് ദ നമ്പർ ഓഫ് lately diagnosed cases of a disease. എന്താണ്? ഈ അടുത്തിടെ രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണമാണ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഒരു സംഭവം എന്താ? ഈ അടുത്തിടെ ഡിസീസ് ഡയഗ്നോസ് ചെയ്ത, രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണമാണ് ഇൻസിഡൻസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ് ഇവിടെ ഡാഷ് ഇട്ട് എന്ന് ചോദിക്കാം കേട്ടോ. ഡാഷ് ഈസ് ദ നമ്പർ ഓഫ് ലേറ്റ്ലി ഡയഗ്നോസ്ഡ് കേസസ് ഓഫ് എ ഡിസീസ്. ഇതാണ് ഇൻസിഡന്റ്. എന്താ? ഈ അടുത്തിടെ രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണമാണ് ഇൻസിഡന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസ് ഇൻസിഡൻസ് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് റീസെന്റ് കേസസ് ഓഫ് എ ഡിസീസ് divided by the number of person at risk for the disease. എങ്ങനെ കണ്ടുപിടിക്കുന്നേ? ഇൻസിഡൻസ് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നേ? ദ നമ്പർ ഓഫ് റീസെന്റ് കേസസ് ഓഫ് എ ഡിസീസ്, അതായത് ഈ റീസെന്റ് ആയിട്ടുള്ള ഈ സമീപകാല കേസുകളുടെ എണ്ണം, രോഗത്തിന്റെ സമീപകാല കേസുകളുടെ എണ്ണം, അതായത് ഈ അടുത്തിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം. ഓക്കെ, ഇൻസിഡന്റ് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് റീസെന്റ് കേസസ് ഓഫ് എ ഡിസീസ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്ത രോഗങ്ങളുടെ എണ്ണം, അതിനെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് പേഴ്സൺ അറ്റ് റിസ്ക് ഫോർ ദ ഡയഗ്നോസിസ്. എന്താ? രോഗസാധ്യതയുള്ള, ആ റിസ്കിലുള്ള അല്ലെങ്കിൽ രോഗസാധ്യതയുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുന്നത്. കണ്ടോ? അവിടെ താഴെ വേറൊരു ഫോർമുല വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ഈ ഒരു സെക്ഷനിൽ നമ്മൾ വല്ല ഫോർമുലയായിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൽ ഏതാണ് തന്നേക്കുന്നതെന്ന് നോക്കുക, ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യുക. ഫസ്റ്റ് ഫോർമുലയാണ് ഇവിടെ തന്നേക്കുന്നത്. ഇൻസിഡന്റ് റേറ്റ് എന്ന് പറഞ്ഞേക്ക ഇസ് ദ നമ്പർ ഓഫ് റീസെന്റ് കേസസ് ഓഫ് എ ഡിസീസ്. ഈ ഇടെ നമുക്ക് സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം, അതിന് എന്ത് ചെയ്യണം? divided by the number of person at risk for the disease. ആ ഒരു രോഗസാധ്യതയുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുന്നത്.
ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഇൻസിഡന്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് റേറ്റ്. ഇൻസിഡന്റ് എന്ന് പറഞ്ഞ എന്താണ്? ഒരു പ്രധാനപ്പെട്ട റേറ്റ് അല്ലെങ്കിൽ നിരക്കാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഈസ് ആൻ ഇമ്പോർട്ടന്റ് റേറ്റ്. ഇറ്റ് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ അറ്റ് റിസ്ക് എന്നുണ്ട് ഹു ഡെവലപ്പ് ഡിസീസ് ഇൻ എ കോഴ്സ് ഓഫ് എ സ്പെസിഫിക് ടൈം പീരീഡ്. എന്താ? ഒരു നിശ്ചിത കാലയളവില് രോഗം ഡെവലപ്പ് ചെയ്യുന്ന ആളുകളുടെ ഒരു പ്രൊപ്പോർഷൻ. It is the proportion of people who develop disease at the course of a specific time period. ഒരു നിശ്ചിത കാലയളവില് രോഗം ഡെവലപ്പ് ചെയ്യുന്ന ആളുകളുടെ പ്രപ്പോർഷൻ. അപ്പൊ എത്ര പേർക്ക് ആ രോഗം പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്തു എന്നാണ്. ഈ ഒരു നിശ്ചിത കാലയളവില് രോഗം ഡെവലപ്പ് ചെയ്യുന്ന ആളുകളുടെ പ്രപ്പോർഷൻ അല്ലെങ്കിൽ ആ സാധ്യതയുള്ള റിസ്ക് ട്രാക്കിൽ തന്നെയുണ്ട്. ഡിസീസ് ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു സാധ്യതയുള്ള ആളുകളുടെ ഒരു അനുപാതമാണ് ഏതാ ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് റേറ്റ്. ഇറ്റ് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ഹു ഡെവലപ്പ് ഡിസീസ് ഇൻ ദ കോഴ്സ് ഓഫ് എ സ്പെസിഫിക് ടൈം പീരീഡ്. ഇനി താഴെ നോക്കിയ വേറൊരു ഫോർമുലയും കൂടി അവിടെ തന്നിട്ടുണ്ട്. ഫോർമുല നോക്കിയേ, ഇൻസിഡന്റ് റേറ്റ് ഈസ് equal to number of new cases of disease in a given time period. ഒരു നിശ്ചിത കാലയളവില് പുതിയ രോഗബാധിതരുടെ എണ്ണം. Number of new cases of disease in a given time period. ഒരു നിശ്ചിത കാലയളവിലുള്ള number of new cases of disease. പുതിയ കേസുകള്, രോഗങ്ങളുടെ പുതിയ കേസുകൾ, നിശ്ചിത കാലയളവിലുള്ള പുതിയ കേസുകൾ, രോഗങ്ങളുടെ പുതിയ കേസുകൾ, അതിന്റെ എണ്ണം. അപ്പൊ എത്ര പേർക്ക് ആ ഒരു ടൈം പീരീഡില് അത് ഡെവലപ്പ് ചെയ്തു, ആ രോഗം അവിടെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത്, അതിന്റെ എണ്ണം. അതിനെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ total person time at risk during the follow up period. എന്താ പറഞ്ഞേക്കുന്നത്? ആ ഫോളോ അപ്പ്, തുടർന്നുള്ള കാലയളവില് അപകട സാധ്യതയുള്ള മൊത്തം പേഴ്സന് വേണ്ടി ചെലവാക്കിയ സമയം. ഓക്കെ, ടോട്ടൽ പേഴ്സൺ ടൈം, ആ പേഴ്സന് വേണ്ടി ചെലവാക്കിയ സമയം ആണ്. മൊത്തം തുടർന്നുള്ള ആ കാലയളവില് അപകട സാധ്യതയുള്ള മൊത്തം ആളുകൾക്ക് വേണ്ടി ചെലവാക്കിയ സമയം അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് എന്താ പറഞ്ഞിട്ട്, ആ റിസ്കിലുള്ളവർക്ക് വേണ്ടി മൊത്തം എത്ര സമയം ചെലവഴിച്ചു. ഇപ്പൊ നമ്മൾ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുമ്പോൾ എല്ലാവരും നമുക്ക് എന്താ അവിടെ നമ്മള് പോസിറ്റീവ് ആണെന്നില്ല അല്ലെ? പക്ഷെ നമ്മള് അവർക്കും കൂടി നമ്മള് ആ റിസ്കിലുള്ളവർക്ക് വേണ്ടിയും നമ്മള് അല്ലെ ആ ഒരു അപകട സാധ്യതയിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയും നമ്മൾ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ? ആ റിസ്കിലുള്ളവർക്ക് വേണ്ടി മൊത്തം എത്ര സമയം ചെലവഴിച്ചു അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതൊന്നും പ്രാക്ടിക്കൽ ആക്കിയിട്ട് വെച്ചത് കേട്ടോ, ആ ഒരു ഫോർമുല. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ നോക്കുക. എന്തായാലും നമ്മുടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തെറ്റിച്ച കാര്യങ്ങളും ഡിവൈഡ് എന്നുള്ളത് എല്ലാം മൾട്ടിപ്ലൈ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ തരുന്നത്. വേറൊരു ഫോർമുല എന്തായാലും എടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഏതാണോ നമ്മളുടെ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു സെക്ഷനിൽ നിന്ന് ആൻസർ ചെയ്യണം. നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസ് ഇൻ എ ഗിവൺ ടൈം പീരീഡ്. അത് തന്നെയാണ് നമ്മൾ മുകളിലത്തെ ഫോർമുലയിൽ തന്നേക്കണേ. നമ്പർ ഓഫ് റീസെന്റ് കേസസ് ഓഫ് എ ഡിസീസ് ഉണ്ടോ? അതാ രണ്ടിന്റെ നമ്മൾ ന്യൂമറേറ്റർ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ന്യൂമറേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ഏതാണെന്ന് അറിയാൻ പറ്റുമല്ലോ. ന്യൂമറേറ്റർ മാറിപ്പോവാതിരിക്കുക, അത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഏതാണോ ന്യൂമറേറ്റർ വരുന്നത് നോക്കാം. ഫസ്റ്റ് ഫോർമുല നമ്മൾ പറഞ്ഞ നമ്പർ ഓഫ് റീസെന്റ് കേസസ് ഓഫ് എ ഡിസീസ്, അതാണ് ന്യൂമറേറ്ററിൽ പറയുന്നത്. ഇവിടെയോ നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസ് ഇൻ എ ഗിവൺ ടൈം പീരീഡ്. അവിടെ ഒരു ടൈം പീരീഡും കൂടി പറയുന്നുണ്ട്. ഒരു നിശ്ചിത കാലയളവില് പുതിയ രോഗബാധിതരുടെ എണ്ണം. അതിനെന്ത് ചെയ്യണം? ആ ഒരു കാലയളവിൽ തന്നെ ആ തുടർന്നുള്ള കാലയളവില് അപകട സാധ്യതയുള്ള മൊത്തം പേഴ്സന് വേണ്ടി ചെലവാക്കിയ ഒരു സമയം അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടാം. ആ രണ്ട് ഫോർമുലയും ഒന്ന് നോക്കി വെക്കാം. ആദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, ഇനി ഇത് നോക്കാം. 3 കീ ഇലമെന്റ്സ് ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. 3 കീ ഇലമെന്റ്സ് ഏതൊക്കെയാണ്? നമ്മുടെ ഇൻസിഡൻസിന്റെ പ്രധാനപ്പെട്ട 3 ഇലമെന്റ്സുകൾ, 3 കീ ഇലമെന്റ്സ്.
ഫസ്റ്റ് നോക്കിയേ, only 2 cases included in numerator. ന്യൂമറേറ്ററിൽ എന്താ, പുതിയ കേസുകളാണ് ഇൻക്ലൂഡ് ചെയ്തേക്കണേ അല്ലെ. ഇപ്പൊ നമുക്ക് ഈയിടെയായിട്ട് റിപ്പോർട്ട് ചെയ്ത രോഗബാധിതരുടെ എണ്ണം അല്ലെ, അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. അപ്പൊ എന്താ ന്യൂമറേറ്ററിൽ പ്രധാനപ്പെട്ട ഒരു കീ എലമെന്റ് എന്ന് പറഞ്ഞാൽ only new cases included in numerator. എന്താണ്, only new cases included in numerator. ന്യൂമറേറ്ററിൽ പുതിയ കേസുകളാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇനി രണ്ടാമത്തെ നോക്കിയേ, ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻ ദ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിലോ ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് അല്ലെ, ആ ഒരു അപകട സാധ്യതയുള്ള മൊത്തം പോപ്പുലേഷൻ, മൊത്തം ജനങ്ങളുടെ എണ്ണം, ഇതാണ് ഡിനോമിനേറ്ററിൽ വന്നേക്കുന്നത്. കേട്ടോ, ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻ ദ ഡിനോമിനേറ്റർ. നമ്മൾ പറഞ്ഞില്ലേ എന്താണ്, അതിനകത്ത് നമ്മള് അപകട സാധ്യതയുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ ഡിനോമിനേറ്ററിൽ എന്താ വന്നേ, ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക്, ആ ഒരു അപകട സാധ്യതയുള്ള മൊത്തം ആളുകളുടെ എണ്ണം, അത് ഡിനോമിനേറ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി മൂന്നാമത്തെ ഒരു ഫീച്ചർ നോക്കിയ എന്താണ്, കീ എലമെന്റ്സിൽ വരുന്ന ടൈം എലമെന്റ്. അത് നോക്കിയ പീരിയഡ് ഓവർ വിച്ച് റീസെന്റ് കേസസ് ഡിറ്റക്റ്റഡ്. അത് കറക്റ്റ് ആക്കിയിട്ട്, അതിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ, സ്പെല്ലിംഗ് തെറ്റാ കിടക്കുന്നത്. ഡിറ്റക്റ്റഡ്, DETECTED, ഡിറ്റക്റ്റഡ്. ഡിറ്റക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ, കണ്ടെത്തുക, കണ്ടെത്തുക. എല്ലാവരും കറക്റ്റ് ചെയ്തില്ലേ? പീരിയഡ് ഓവർ വിച്ച് റീസെന്റ് കേസസ് ഡിറ്റക്റ്റഡ്. എന്താ പറഞ്ഞേക്കുന്നത്, സമീപകാലത്തിലുള്ള കേസുകൾ ഡിറ്റക്ട് ചെയ്ത ഒരു കാലഘട്ടം, ടൈം എലമെന്റിൽ പറഞ്ഞേക്കുന്നത്. സമീപകാല കേസുകൾ കണ്ടെത്തിയ ഒരു കാലഘട്ടം. ഓക്കെ, സമീപകാല കേസുകൾ കണ്ടെത്തിയ കാലഘട്ടം. അത് മൂന്നും 3 കീ എലമെന്റ്സിൽ വരുന്നതാണ്. ഓക്കെ, പുതിയ കേസുകള് ന്യൂമറേറ്ററിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നു. മൊത്തം അപകട സാധ്യതയുള്ള ആളുകളുടെ എണ്ണം അത് ഡിനോമിനേറ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമത്തെ ടൈം എലമെന്റ്. ടൈം എലമെന്റ് എന്ന് പറഞ്ഞാൽ പീരിയഡ് ഓവർ വിച്ച് റീസെന്റ് കേസസ് ഡിറ്റക്റ്റഡ്. എന്താ, സമീപകാല കേസുകള് ഡിറ്റക്ട് ചെയ്ത ഒരു കാലഘട്ടം കൂടി അതിനകത്ത് വരുന്നതാണ്. കീ എലമെന്റ്സിൽ വരുന്നതാണ് ടൈം എന്നുള്ളത്. ടൈം എലമെന്റ് അതാണ് രണ്ടാമത്തെ ഫോർമുലയിൽ അത് സ്പെസിഫൈ ചെയ്തപ്പോ തന്നേക്കുന്നത്. കേട്ടോ, നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസ് ഇൻ എ ഗിവൺ ടൈം പീരിയഡ്. കേട്ടോ, ടൈം എലമെന്റും കൂടി ആ ഒരു കീ എലമെന്റ്സിൽ ഉൾപ്പെടുത്തിയേക്കുന്നു. അത് മൂന്നും ക്ലിയർ അല്ലേ? ഒന്ന് ടിക്ക് ഇട്ട് വെച്ചോട്ടോ. ടൈം എലമെന്റും കൂടി ആ 3 കീ എലമെന്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. Okay, 2 main type of incidents. രണ്ട് തരത്തിലുള്ള ഇൻസിഡൻസ് ഉണ്ട്. രണ്ട് തരത്തിലുള്ള ഇൻസിഡൻസ് പറയുന്നുണ്ട്. ഫസ്റ്റ് cumulative incidents. Cumulative incidents and it is also known as incidence proportion. ൊന്ന് എടുത്ത് വെച്ചവിടെ ഇൻസിഡൻസ് പ്രപ്പോർഷൻ എന്നും അറിയപ്പെടുന്നു. ഇൻസിഡൻസ് പ്രപ്പോർഷൻ, IP proportion, incidence proportion, PROPORTION, incidence proportion, IP. Cumulative incidence or incidence proportion. രണ്ടാമത്തെയോ ഇൻസിഡൻസ് റേറ്റ് അല്ലെങ്കിൽ ഇൻസിഡൻസ് ഡെൻസിറ്റി എന്നും അറിയപ്പെടുന്നു. രണ്ട് തരത്തിലുള്ള ഇൻസിഡൻസ്. ഫസ്റ്റ് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നിശ്ചിത കാലയളവില് ഒരു ജനസംഖ്യയിൽ സംഭവിക്കുന്ന ഒരു നിർദ്ദിഷ്ട സംഭവത്തിന്റെ ഒരു സാധ്യത, അതിന്റെ പോസിബിലിറ്റി, അതിന്റെ ഒരു അളവുകോലാണ് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അതിന്റെ വേറെ എക്സ്പ്ലനേഷൻ ഒന്നും തന്നിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി, ഇനിയിപ്പോ നാളെ ഒരു അസുഖത്തിലേക്ക് കാണുമ്പോ എന്താന്ന് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് തോന്നുള്ളൂ. എക്സാമിന് ജസ്റ്റ് ഇനിയിപ്പോ 2 തരത്തിലുള്ള ഇൻസിഡൻസ് ഏതാന്നോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കേണ്ടാവുള്ളൂ. ആ പേരുകൾ നോക്കി വെച്ചാൽ മതി.
ഒന്നുകൂടി പറയാം, ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു നിർദ്ദിഷ്ട കാലയളവില് ഒരു നിശ്ചിത കാലയളവില് ഒരു നിർദ്ദിഷ്ട കാലയളവില് ഒരു ജനസംഖ്യയിൽ സംഭവിക്കുന്ന ഒരു നിർദ്ദിഷ്ട സംഭവത്തിന്റെ ഒരു സാധ്യതയുടെ അളവുകോലാണ്. Cumulative incident is a measure of the likelihood of a specific event occurring in a population over a given time period. Okay. ഇനി രണ്ടാമത്തെ ഇൻസിഡൻസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നിർദ്ദിഷ്ട കാലയളവില് ഒരു ജനസംഖ്യയില് ഒരു എന്തെങ്കിലും ഒരു ഡിസീസോ ഒരു രോഗമോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു അവസ്ഥയോ എത്ര വേഗത്തിൽ സംഭവിക്കുന്നു എന്നതിന്റെ അളവുകോലാണ്. എത്ര വേഗത്തിൽ അത് സംഭവിക്കുന്നു എന്നതിന്റെ ഒരു മെഷർമെന്റ് ആണ്, ഒരു അളവുകോലാണ് ഈ ഇൻസിഡന്റ് റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നോട്ട് ചെയ്ത് കേട്ടോ. ഒരു നിശ്ചിത കാലയളവിൽ ഒരു ജനസംഖ്യയിൽ ഒരു രോഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും അവസ്ഥയോ എത്ര വേഗത്തിൽ സംഭവിക്കുന്നു എന്നതിന്റെ അളവാണ് സംഭവ നിരക്ക്. ഇൻസിഡൻസ് റേറ്റ് എത്ര വേഗത്തിൽ സംഭവിക്കുന്നു എന്നതിന്റെ അളവാണ് ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത്. Incidence rate is a measure of how quickly a disease or condition occurs in a population over a specific period of time. Okay. അപ്പൊ അങ്ങനെ രണ്ട് തരത്തിലുള്ള ഇൻസിഡന്റ് പറഞ്ഞത്. ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് പറഞ്ഞു, ഇൻസിഡൻസ് റേറ്റ് പറഞ്ഞു. ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻസിഡൻസ് പ്രൊപ്പോർഷൻ, IP, ഇൻസിഡൻസ് പ്രൊപ്പോർഷൻ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസിഡൻസ്. ഇനി ഇൻസിഡൻസിന്റെ ഒരു ക്യാരക്ടർ എന്താണ്, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്. എന്താ, സ്ഥിതി എത്രത്തോളം എന്ന ചോദ്യത്തിന് അവിടെ ഉത്തരം നൽകുന്നു. അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്. ആ ഒരു സ്ഥിതി, ആ ഒരു സംഭവം എത്രത്തോളം എന്ന ചോദ്യത്തിന് അവിടെ ഉത്തരം നൽകുന്നു. രണ്ടാമത്തെ നോക്കിയേ, എ മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസ് ബട്ട് ഷുഡ് ബി ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരിയഡ്. എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഒരു രോഗബാധിതയുടെ ഒരു അളവുകോൽ എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക ഒരു ടൈം പീരീഡിലേക്കായിരിക്കണം, സ്റ്റിപ്പുലേറ്റഡ് ഒരു നിശ്ചിത കാലയളവിലേക്കായിരിക്കണം. A measure of risk of disease but should be for a stipulated time period. രോഗബാധിതയുടെ അളവുകോൽ എന്നാല് അതൊരു നിശ്ചിത കാലയളവിലേക്കായിരിക്കണം. ഇനി മൂന്നാമത്തെ നോക്കിയേ, എക്സ്പ്രസ് ദ റിസ്ക് ഓഫ് ഹാവിംഗ് an outcome for a population at a risk not for a single person. എന്താ പറഞ്ഞേക്കണേ? ഇത് സെക്കൻഡ് ഒന്നുകൂടി പറയണം. ഓക്കെ. രണ്ടാമത്തെ പറഞ്ഞേക്കുന്ന എ മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസ്. ആ ഡിസീസിന്റെ ഒരു അപകട സാധ്യത, ആ രോഗത്തിന്റെ അപകട സാധ്യതയുടെ ഒരു അളവുകോൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാ? ഒരു സ്പെസിഫിക് ടൈം പീരീഡിലേക്ക് ആയിരിക്കണം. അതായത് ഒരു ആ രോഗബാധിതയുടെ അളവുകോൽ എന്ന് പറയുന്നത് അതിന്റെ റിസ്ക് ഓഫ് ഡിസീസ്, ആ രോഗബാധിതയുടെ ഒരു അളവുകോൽ എന്ന് പറഞ്ഞാല്, മെഷർ എന്ന് പറഞ്ഞാൽ അതൊരു നിശ്ചിത ഒരു കാലയളവിലേക്കായിരിക്കണം. ഒരു സ്പെസിഫിക് ടൈം പീരീഡ് അവിടെ പറയണ്ടല്ലോ, അതാണ് ഒരു സ്റ്റിപ്പുലേറ്റഡ് ഒരു നിശ്ചിത കാലയളവിലേക്കായിരിക്കണം. ഓക്കെ.
ഇനി അടുത്ത് നോക്കിയേ, ഇതെന്താ പറഞ്ഞേക്കുന്നേ? എക്സ്പ്രസ് ദ റിസ്ക് ഓഫ് ഹാവിംഗ് ആൻ ഔട്ട്കം ഫോർ എ പോപ്പുലേഷൻ അറ്റ് എ റിസ്ക് നോട്ട് ഫോർ എ സിംഗിൾ പേഴ്സൺ. ഇനി നോക്കിയേ, ഇതിപ്പോ നമ്മള് എന്താ പറയാ, ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് ഒരു എന്തെങ്കിലും ഇപ്പൊ ഒരു HIV അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആസ്മ അല്ലെങ്കിൽ ഡയബറ്റീസ്, അതൊക്കെ ഒരു ടൈം പീരീഡിൽ ഒരു പോപ്പുലേഷനിൽ ആ ഒരു സംഭവം എത്ര റിപ്പോർട്ട് ചെയ്തു, എത്ര പെർസെന്റേജ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ഒരു അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമുള്ളതല്ല, അതൊരു സിംഗിൾ പേഴ്സണ് മാത്രം ഉള്ളതല്ല, ആ ഒരു പോപ്പുലേഷന് മൊത്തത്തില് അതിന്റെ ഒരു ഔട്ട്കം, അതിന്റെ ഒരു ഫലം കിട്ടുന്നു. നോക്കിയേ, ഒരു പേഴ്സണ് വേണ്ടി മാത്രമുള്ളതല്ലാതെ അപകട സാധ്യതയുള്ള ആ റിസ്കിലുള്ള പോപ്പുലേഷൻ അറ്റ് റിസ്ക്, ആ അപകട സാധ്യതയുള്ള മൊത്തം ജനസംഖ്യക്ക് ഒരു ഫലം ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ കാണിക്കുന്നു. എക്സ്പ്രസ് the risk of having an outcome for a population at risk. കേട്ടോ, അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ ഒരു സിംഗിൾ പേഴ്സണ് വേണ്ടി മാത്രമുള്ളതല്ല. അതെങ്ങനെയാ? ആ ഒരു അപകട സാധ്യതയുള്ള ആ ജനങ്ങൾക്ക് മൊത്തം ഒരു ബെനിഫിറ്റ്, അതിന്റെ ഒരു ഔട്ട്കം, അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലാണെന്നും. ഓക്കെ, ആ ഒരു മൊത്തം ജനസംഖ്യ, അപകട സാധ്യതയുള്ള ഒരു പോപ്പുലേഷന് മൊത്തം ഫലം, അതിന്റെ ഒരു ഔട്ട്കം, അതിന്റെ ഒരു ഫലം ഉണ്ടാകാനുള്ള സാധ്യത പ്രകടിപ്പിക്കുന്നു. ഈ ലാസ്റ്റ് പോയിന്റ് നോക്കിയ നാലാമത്തെ, പോപ്പുലേഷൻ മസ്റ്റ് ബി ഫ്രീ ഓഫ് ഡിസീസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റഡി. ആ പഠനത്തിന്റെ ആരംഭത്തില് പോപ്പുലേഷൻ എങ്ങനെയായിരിക്കണം? ഡിസീസ് ഫ്രീ ആയിരിക്കണം. മനസ്സിലായോ? പഠനത്തിന്റെ ആരംഭത്തില് ആ പോപ്പുലേഷൻ ഡിസീസ് ഫ്രീ ആയിരിക്കണം. ഓക്കെ, രോഗരഹിതമായിരിക്കണം. ആ പോപ്പുലേഷൻ രോഗരഹിതമായിരിക്കണം. കിട്ടിയോ? പോപ്പുലേഷൻ മസ്റ്റ് ബി ഫ്രീ ഓഫ് ഡിസീസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റഡി. ആ ഒരു പഠനത്തിന്റെ തുടക്കത്തില് ജനസംഖ്യ രോഗരഹിതമായിരിക്കണം. ക്ലിയർ ആയില്ലേ? 4 പോയിന്റ്സ്. അപ്പൊ ഇന്നത്തെ ഇൻസിഡൻസിന്റെ ക്യാരക്ടറിൽ ഇൻക്ലൂഡ് ചെയ്തതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതോ ഏതാന്ന് ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? 4 പോയിന്റ്സ് കിട്ടിയോ? മൂന്നാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നേ? നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ആ ഒരു അതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഇതിന്റെ ഇൻസിഡന്റ് റേറ്റും കാര്യങ്ങളൊക്കെ എടുക്കൂലേ? അപ്പൊ അതിന്റെ ഒരു ഫലം എന്ന് പറയുന്നത് അതെന്താ? ആ ഒരു പോപ്പുലേഷനില്, ആ ഒരു അപകട സാധ്യതയുള്ള പോപ്പുലേഷന് മൊത്തം ഫലം കിട്ടുന്ന രീതിയിലായിരിക്കണം. അല്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല. ഇപ്പൊ നമ്മളൊരു ഒരു ടൈം പീരീഡില് ഒരു സ്ഥലത്ത് ഇപ്പൊ ഇത്രയും ഇൻസിഡൻസ് കേസുകൾ അവിടെ വന്നു എന്ന് വിചാരിക്കുക. അതിന്റെ റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ അവിടെ കൂടുതലാണെങ്കിൽ നമുക്ക് എന്താ, അതിനനുസരിച്ചൊരു സൊല്യൂഷൻ കൊടുക്കാം. വാക്സിൻസ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെതായ എന്തെങ്കിലും നമുക്ക് അവർക്ക് ട്രീറ്റ്മെന്റ് കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അപ്പൊ അതിന്റെ ഒരു ഔട്ട്കം, അതിന്റെ ഒരു ഫലം, അതിന്റെ ബെനിഫിറ്റ് ആർക്കാ? ഒരു വ്യക്തിക്ക് മാത്രം വരുന്നതല്ല, ആ ഒരു അപകട സാധ്യതയുള്ള മൊത്തം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അതിന്റെ ഫലം. ഒരു പേഴ്സന് വേണ്ടിയുള്ളതല്ല, അപകട സാധ്യതയുള്ള ആ ജനസംഖ്യക്ക് ഒരു ഫലം ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് മൊത്തത്തില് ആ ഒരു അപകട സാധ്യതയുള്ള ആളുകൾക്ക്, ഇപ്പൊ അതിന്റെ വല്ല വാക്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ആ റിസ്കിലുള്ള ആ രോഗം, ആ ഒരു ഇതിനകത്തുള്ള എല്ലാ ആളുകൾക്കും എന്താ അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടും, അതിന്റെ ഒരു ഔട്ട്കം, അതിന്റെ ഒരു ഫലം. ആ ഒരു, അല്ലാതെ ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഓക്കെ, പിന്നെ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞാ ആ ഒരു പഠനത്തിന്റെ തുടക്കത്തില് എന്താണ്? ജനസംഖ്യ ഡിസീസ് ഫ്രീ ആയിരിക്കണം, രോഗരഹിതമായിരിക്കണം. ഇനി നോക്കിയെടുത്ത് യൂസസ് ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡൻസിന്റെ ഉപയോഗം, യൂസ് എന്താണ്? എക്സ്പ്ലെയിൻ ദ റിസ്ക് ഓഫ് ഡിസീസ് ഒക്കറൻസ് ഓവർ ടൈം. അതായത് ഒരു ഓവർ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഓവർ ടൈം ജോലി ചെയ്യുക, നമ്മൾക്ക് പറഞ്ഞേക്കുന്ന ടൈമില് കൂടുതല് അല്ലെ, എക്സ്ട്രാ നമ്മൾ എടുക്കുന്ന ടൈമാണ് ഓവർ ടൈം നിൽക്കാന്ന് കേട്ടിട്ടില്ലേ? അതായത് നമ്മള് ഒരു നിശ്ചിത സമയത്തിന് ശേഷം രോഗം വരാനുള്ള ഒരു സാധ്യത
വിശദീകരിക്കുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതാണ് ഇൻസിഡൻസിന്റെ ഉപയോഗം. ഒരു നിശ്ചിത സമയത്തിന് ശേഷം രോഗം വരാനുള്ള ഒരു സാധ്യത അവിടെ ഇൻസിഡൻസ് എന്ത് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു, വിശദീകരിക്കുന്നു. Explain the risk of disease occurrence over time. Over time disease ആ ഒരു സമയത്തിന് ശേഷം, ഓവർ ടൈം നിശ്ചിത സമയത്തിന് ശേഷം രോഗം വരാനുള്ള ഒരു റിസ്ക്, ഒരു സാധ്യത വിശദീകരിക്കുന്നു. പിന്നെ അടുത്ത് നോക്കിയാൽ യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ഫോർ പ്രിവെന്റീവ് മെഷേഴ്സ് ടു as to prepare resources to combat event. ഞാൻ പറഞ്ഞേക്കുന്നേ യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ഫോർ പ്രിവെന്റീവ് മെഷേഴ്സ്. അതിന്റെ ആ പ്രിവെന്റീവ് മെഷേഴ്സ് പ്ലാൻ ചെയ്യുന്നതിന് ഇൻസിഡൻസ് യൂസ്ഫുൾ ആണ്. ആ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇൻസിഡൻസ് ഒക്കെ നമ്മള് ആ ഒരു സംഭവം, അത് റിപ്പോർട്ട് ചെയ്ത സംഭവം എത്രത്തോളം ഉണ്ടെന്നൊക്കെ അത് കണ്ടുപിടിക്കുന്നത് എന്താ, നമുക്ക് അതിന് വരാതിരിക്കാൻ അതിന്റെ ഒരു പ്രിവെന്റീവ് മെഷേഴ്സ് പ്ലാൻ ചെയ്യാനായിട്ട് ആ ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ആണെന്ന്. യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ഫോർ പ്രിവെന്റീവ് മെഷേഴ്സ്. ആ പ്രിവെന്റീവ് മെഷേഴ്സ് പ്ലാൻ ചെയ്യുന്നതിന് ഇൻസിഡൻസ് യൂസ്ഫുൾ ആണ്. As to prepare resources to combat events. അതുപോലെ എന്താ പറഞ്ഞേക്കണേ, അങ്ങനെ ആ അതേ രീതിയിലുള്ള സംഭവങ്ങളെ ചെറുക്കാനുള്ള ഒരു റിസോഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതിനും, ഒരു സംഭവങ്ങളെ അതുപോലെയുള്ള സംഭവങ്ങളെ നമ്മൾ ചെറുക്കാനുള്ള ഒരു എന്താ റിസോഴ്സ്, ഒരു ഉറവിടം, റിസോഴ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നതിനും ഇൻസിഡൻസ് യൂസ്ഫുൾ ആണ്. പ്ലാനിങ് ഫോർ പ്രിവെന്റീവ് മെഷേഴ്സ് ആസ് ടു പ്രിപ്പയർ റിസോഴ്സസ് ഫോർ ദ കോംബാറ്റ് ഇവന്റ്. അടുത്ത നോക്കിയേ, കമ്പയർ ദ റിസ്ക് ഓഫ് ദ ഡിസീസ് ബിറ്റ്വീൻ 2 or more പോപ്പുലേഷൻ. രണ്ടോ അതിലധികമോ പോപ്പുലേഷനിലുള്ള ആ രോഗത്തിന്റെ ആ ഒരു അപകട സാധ്യത അതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നു. രണ്ടോ അതിലധികമോ ഉള്ള ജനവിഭാഗങ്ങൾ തമ്മിലുള്ള രോഗസാധ്യതയെ കമ്പയർ ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ നമ്മൾ ഒരു ഇൻസിഡന്റ് റേറ്റ് നമ്മൾ ഒരു പഞ്ചായത്തിൽ ഓരോ വാർഡ് ബേസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോ ഒന്നാം വാർഡിൽ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ രണ്ടാം വാർഡിൽ എത്രത്തോളം ഉണ്ട്, ആ റിസ്ക് ഓഫ് ദി ഡിസീസ് അത് നമുക്ക് എന്താ, അത് നമുക്ക് പരസ്പരം കമ്പയർ ചെയ്യാൻ പറ്റുന്നു. Compare the risk of the disease between 2 or more population. രണ്ടോ അതിലധികമോ പോപ്പുലേഷനിലുള്ള ആ അപകട സാധ്യത, ആ രോഗത്തിന്റെ അപകട സാധ്യത അതെന്ത് ചെയ്യാൻ പറ്റുന്നു, താരതമ്യം ചെയ്യാൻ പറ്റുന്നു. പിന്നെ അടുത്ത് നോക്കി, as the incident rate are influenced by people factor and detect the risk factor. സംഭവങ്ങളുടെ നിരക്ക് ഏതെങ്കിലും ഒരു ഫാക്ടർ, ഏതെങ്കിലും ഒരു ഘടകത്താല് അത് സ്വാധീനിക്കുകയും ആ ഫാക്ടർ എന്താണ്, ആ ഒരു സാധ്യതയുടെ ഘടകങ്ങള് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നതിനും ഇൻസിഡൻസ് റേറ്റ് സഹായിക്കും. അപ്പൊ അതിന് നമ്മൾ ഏത് ഫാക്ടറാണ് കണ്ടോ, as a incidence rate are influenced by any factor. ഏതെങ്കിലും ഫാക്ടർ, ഏതെങ്കിലും ഘടകത്താല് ഇൻസിഡൻസ് റേറ്റിനെ സ്വാധീനിക്കുകയാണെങ്കിൽ ആ റിസ്ക് ഫാക്ടർ, അപകട സാധ്യതയുടെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ഡിറ്റക്ട് ചെയ്യാനും സാധിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ കണ്ടെത്തുന്നതിനും ഇൻസിഡൻസ് യൂസ്ഫുൾ ആണ്. അതിനകത്ത് നമ്മള് 4 പോയിന്റ്സ് തന്നേക്കുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതിന് യൂസേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. എക്സ്പ്ലെയിൻ. Explain the risk of disease occurrence over time. എന്താ, ഒരു നിശ്ചിത സമയത്തിന് ശേഷം രോഗം വരാനുള്ള ഒരു സാധ്യത വിശദീകരിക്കുന്നു. രണ്ടാമത്തെ, പ്രിവെന്റീവ് മെയിൻ്റനൻസ് അത് പ്ലാൻ ചെയ്യുന്നതിന് യൂസ്ഫുൾ ആണ്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള അതേ സമാന സംഭവങ്ങള് അതിന്റെ വേണ്ട റിസോഴ്സുകള് പ്രിപ്പയർ ചെയ്യുന്നതിനും ഇൻസിഡൻസ് യൂസ്ഫുൾ ആണ്. പിന്നെ രണ്ടോ അതിലധികമോ പോപ്പുലേഷനിലുള്ള അപകട സാധ്യത, അപകട സാധ്യതയെ എന്ത് ചെയ്യുന്നു, താരതമ്യം ചെയ്യാൻ, കമ്പയർ ചെയ്യാൻ പറ്റുന്നു. പിന്നെ അടുത്തത്, ഇൻസിഡന്റ് റേറ്റ് ഏതെങ്കിലും ഘടകത്താൽ സ്വാധീനിക്കുകയും ആ ഒരു റിസ്ക് ഫാക്ടർ ഏതാണ്, ആ ഒരു ഘടകം ഏതാണെന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാനും സഹായിക്കുന്നു.
ഇനി നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസിഡൻസ് ആണ്. ഇത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടന്റ് എന്ന് തന്നെ നോട്ട് ചെയ്തിട്ട് അത് ഇൻസിഡൻസ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡൻസ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഡാഷ്. അങ്ങനെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇൻസിഡൻസ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഡാഷ്. ഇൻ പാത്തോജെനിസിസ്. പാത്തോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? രോഗനിർണയത്തിന് ഇൻസിഡൻസ് സഹായകരമാണ്. രോഗം എന്ത് രോഗമാണെന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട്. ഇൻ പാത്തോജെനിസിസ് എന്താണ്? രോഗനിർണയത്തിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് നോക്കിയേ, ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ രോഗവ്യാപനം കണ്ടെത്തുന്നതിന്. ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ രോഗവ്യാപനം കണ്ടെത്തുന്നതിന് ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ആണ്. ടു കൺട്രോൾ ഡിസീസ്. ഒന്നാമത്തെ പോയിന്റ് എന്താ? ഡിസീസ് രോഗത്തെ കൺട്രോൾ ചെയ്യുന്നതിന്. ഡിസീസസ് കൺട്രോൾ ചെയ്യുന്ന രോഗം നിയന്ത്രിക്കുന്നതിന്. ഇത് നോക്കിയേ, ഇൻ റീസ്റ്റെയിൻ ആൻഡ് തെറാപ്യൂട്ടിക് മെഷേഴ്സ്. അതായത് റീസ്റ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ നിയന്ത്രിക്കുക എന്നുള്ള മീനിങ്. നിയന്ത്രണത്തിലും ചികിത്സാ അളവിലും ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ആണ്. ഇൻ നെക്സ്റ്റ് പോയിന്റ്, ഇൻ ഹെൽത്ത് പോളിസീസ് മേക്കിംഗ്. ആരോഗ്യ നയങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പറഞ്ഞുതരാം. ഇൻ ഹെൽത്ത് പോളിസീസ് മേക്കിംഗ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇൻസിഡൻസ് എവിടെയൊക്കെയാണ് ഹെൽപ്ഫുൾ ആകുന്നത്, സഹായകരമാകുന്നത്. ഫസ്റ്റ് ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ഒരു സംഭവ നിരക്ക്. നമ്മളൊരു പർട്ടിക്കുലർ ഡിസീസസ് ഒക്കെ നമ്മൾ റീസെന്റ് ആയിട്ട് കണ്ടുപിടിച്ച റേറ്റ്, ഇൻസിഡന്റ് റേറ്റ് ഒക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കണേന്നുള്ളത് ഇസ് ഹെൽപ്ഫുൾ ഇൻ. എന്തിനാ? ഫസ്റ്റ് പാത്തോജെനിസിസ് രോഗനിർണയത്തിന്. പാത്തോളജിന്റെ അബ്സോർപ്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എ ഡിസീസ്. ഒരു പത്തോളജി പാത്തോജെനിസിസ് രോഗനിർണയത്തിന് വേണ്ടി ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ആണ്. ഏതാണ് ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യാൻ ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ആണ്. രണ്ടാമത്തെ, ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ രോഗവ്യാപനം കണ്ടെത്തുന്നതിന്. ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ രോഗവ്യാപനം കണ്ടെത്തുന്നതിന്. നെക്സ്റ്റ് നോക്കിയാൽ, ടു കൺട്രോൾ ഡിസീസ് കൺട്രോൾ ചെയ്യാൻ. രോഗ നിയന്ത്രിക്കുന്നതിന് വേണ്ടി. ടു കൺട്രോൾ ഡിസീസ്. അപ്പൊ ഇൻസിഡൻസ് ഒക്കെ എന്തിനാ? രോഗം കൺട്രോൾ ചെയ്യാനായിട്ട്, രോഗം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു. ഇനി അടുത്ത് നോക്കിയേ, ഇൻ റീസ്റ്റെയിൻ ആൻഡ് തെറാപ്യൂട്ടിക് മെഷേഴ്സ്. റീസ്റ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ നിയന്ത്രിക്കുക എന്നുള്ളത്. നിയന്ത്രണത്തിനും പിന്നെ ചികിത്സാപരമായിട്ടുള്ള ഒരു ചികിത്സാ അളവിലും തെറാപ്യൂട്ടിക് മെഷേഴ്സിലും ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ആണ്. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ഇൻ ഹെൽത്ത് പോളിസീസ് മേക്കിംഗ്. ഏതാണ്? ഒരു ആരോഗ്യ നയം ഉണ്ടാക്കാനായിട്ട് നിർമ്മിക്കുന്നതിന്. ഹെൽത്ത് പോളിസി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, ആരോഗ്യ നയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, പോയിന്റ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്ന് ചോദിക്കാം. ഇനി നോക്കിയേ, ലാസ്റ്റ് സെക്ഷൻ ആണ് ചലഞ്ചസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇനി ഈ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? challenges of health and hospital administration. അത് 2-3 പാരഗ്രാഫ് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നതാണ്. അതിൽ നിന്നൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് കാണാറില്ല. ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവുകയാണെങ്കിൽ മിക്കവാറും ക്വസ്റ്റ്യൻ വരുന്നത് ഇവിടെ കുറച്ച് ബോക്സ് ഉണ്ട് താഴെ, അതിനകത്ത് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. പേഷ്യന്റ് സർവീസ് ചലഞ്ചിൽ വരുന്നത്, ഇന്റേണൽ ചലഞ്ചിൽ ഉൾപ്പെടുന്നത് ഏത്, എക്സ്റ്റേണൽ ചലഞ്ചിൽ ഉൾപ്പെടുന്നത് ഏത്, അങ്ങനെ ഓരോന്ന് തിരിച്ചു തന്നിട്ടുണ്ട്. ഇത് മിക്കവാറും എക്സാമിന് മാറി മാറി ചോദിക്കാറുണ്ട് കേട്ടോ. ഒരെണ്ണം ഇന്റേണൽ ചലഞ്ച് ആണെങ്കിൽ അടുത്ത എക്സാമിന് ചിലപ്പോൾ പേഷ്യന്റ് സർവീസ് ചലഞ്ച് ആയിരിക്കും, പിന്നെ അടുത്തതിന് വേണ്ടി എക്സ്റ്റേണൽ ചലഞ്ച് ആയിരിക്കും. അങ്ങനെ മാറി മാറിയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടേക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ നിന്ന് ഈ ഒരു ബോക്സിൽ നിന്നാണ് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറ്. ഓക്കെ,
നിങ്ങൾ ഫുള്ള് ഇങ്ങനെ വാരി വലിച്ച് പഠിക്കുമ്പോൾ ആ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഈ ഒരു സെക്ഷനിൽ PV എന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടേനെ. അതും ഇതുപോലെ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിട്ടോ നിങ്ങൾ. പേപ്പർ ചോദിക്കാം, which of the following is included in patient service challenges in health and hospital administration, അല്ലെങ്കിൽ is not included എന്നാണെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ അത് ആ ഒരു ഭാഗത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ഇനി നമുക്ക് അതിന് മുന്നിലുള്ള ഒരു ഇൻട്രഡക്ഷൻ നമുക്ക് നോക്കാം, വായിച്ചു. ഓക്കെ, okay, challenges of health and the hospital administration. The technological progress in the field of medical science have overtaken our social, economic, and political policy and have provided the nation with the newly discovered aids for diagnosis and treating illness. Medical science ടെക്നോളജിയിലുണ്ടായ ഒരു പ്രോഗ്രസ്, മെഡിക്കൽ സയൻസിലെ ഇപ്പൊ ഹോസ്പിറ്റലുകളിലൊക്കെ ആണെങ്കിലും ഹോസ്പിറ്റലിൽ മാത്രമല്ല കേട്ടോ, എല്ലാത്തിനും ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മളാണെങ്കിലും ക്ലാസ് നേരെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. പണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നോ? വീട്ടിലിരുന്ന് ഇങ്ങനെ ലൈവില് നമുക്ക് ക്ലാസ് കയറാനുള്ളത്. ഓരോ ഇത് നമ്മുടെ ജനറേഷൻ കഴിയുന്നതോറും ടെക്നോളജി ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലുകളാണെങ്കിലോ അതെ ഒത്തിരി ടെക്നോളജിക്കൽ പ്രോഗ്രസ് അവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ നമ്മള് ഹോസ്പിറ്റലിൽ തന്നെ ബുക്ക് ചീട്ട് എടുക്കണമെങ്കിൽ പോലും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇപ്പൊ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് എല്ലാം രജിസ്റ്റർ ചെയ്തിടാം. എന്നിട്ട് അവിടെ ചെന്ന് ക്യൂ നിന്ന് ചീട്ടൊക്കെ എടുക്കണമായിരുന്നു. പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ചെന്ന് കഴിയുമ്പോഴാണെങ്കിലും നമ്മുടെ നമ്പർ കാണിക്കുമ്പോൾ അവര് ഫയല്, പണ്ടൊക്കെ നിങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഓർക്കണല്ലേ, നമ്മൾ ഇതുപോലെ തന്നെ കമ്പ്യൂട്ടറിലായിരുന്നു ടെക്നോളജി ഡെവലപ്പ് ചെയ്തേക്കുക. അപ്പൊ നമ്മുടെ MRD നമ്പർ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നമ്പർ OP നമ്പർ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നേരെ സിസ്റ്റത്തിൽ തന്നെ എല്ലാം ചെയ്യുന്നത്. മറ്റേത് ഒരു ഫയൽ ഉണ്ടാവും അല്ലെ, ഒരു സ്റ്റോർ റൂം, അതിലാണ് നിറച്ച് ഫയലുകൾ എങ്ങനെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ നമ്പർ പറയുമ്പോ അവിടെ നിന്ന് ഫയലാണ് എടുക്കുന്നത് അല്ലെ, ഒരു കെട്ട് ഫയല്, നമ്മുടെ ഒരു നമ്പർ എഴുതിയ ഒരു ഫയൽ ഉണ്ടാവും. എന്നിട്ട് അതിന്റെ ഉള്ളിലായിരിക്കും ഡോക്ടർ എഴുതി തരുന്ന പ്രിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. നമ്മൾ ചെല്ലുമ്പോ നമ്മുടെ OP നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് നമ്മളവിടെ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ അതൊന്നും വേണ്ട, നേരെ നമ്പർ പറഞ്ഞു കൊടുക്കുക, നേരെ നമ്മൾ ഡോക്ടറിന്റെ റൂമിലേക്ക് ചെന്നാൽ മതി. അവിടെ എല്ലാം നമ്മൾ ഇതിന് മുന്നെടുത്ത മരുന്നുകളും കാര്യങ്ങളും എല്ലാം സിസ്റ്റത്തിൽ അവിടെ ഓൾറെഡി ഉണ്ടാവും അല്ലെ. പ്രത്യേകിച്ച് മെഡിസിൻസ് ആണെങ്കിലും നേരത്തെ നമ്മുടെ കയ്യിലേക്ക് ചീട്ട് എഴുതി തരും. ഇപ്പൊ ആരെങ്കിലും ചീട്ട് എഴുതി തരുമോ? നേരെ ഫാർമസിയിലേക്ക് വിടുക ഡോക്ടർ. ഏത് മരുന്നാ പ്രിസ്ക്രൈബ് ചെയ്തേ നമ്മൾ നേരെ ഫാർമസി ചെന്നാൽ മതി. അവിടെ നിന്ന് നമുക്ക് മരുന്ന് കളക്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ഒത്തിരി ഇതല്ലേ. നിങ്ങളിപ്പോ കമ്പ്യൂട്ടർ ചാപ്റ്റർ പഠിച്ചില്ലേ? നിങ്ങൾക്ക് ഇനി എടുക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് അശ്വതി മാം ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തില്ലേ കമ്പ്യൂട്ടറിന്റെ. അതിനകത്ത് ഒത്തിരി പഠിക്കാനുണ്ട്. നമ്മള് ടെക്നോളജിയുടെ ഇത് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ളത്, ഓരോ പാർട്സുകൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകള്, CPU, അങ്ങനെ ആ ഒരു സെക്ഷൻ. പിന്നെ മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, പവർ പോയിന്റ്, പിന്നെ അത് ഓരോന്നും ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ് അങ്ങനെയുള്ളത്. പിന്നെ അതിന്റെ ലാസ്റ്റ് അതിനകത്ത് ഓരോ സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കാം ചാപ്റ്ററില്. മാൽവെയറും ഫിഷിംഗ് ഒക്കെ പറഞ്ഞ കമ്പ്യൂട്ടർ ടെസ്റ്റുകള്, ഫോൾഡുകള്, അങ്ങനെയുള്ള കുറച്ച് ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ ഒരു ചാപ്റ്റർ. ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുന്നതിന് ഉപരിയായിട്ട് നമുക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ഒരു ജനറൽ നോളജ് എല്ലാവർക്കും വേണം. നിങ്ങൾക്ക് ഹോസ്പിറ്റലാണെങ്കിൽ ചോദ്യം കിട്ടിയാലും നമ്മൾ ആ സിസ്റ്റം ഒക്കെ ഒന്ന് നമ്മൾ അതിലേക്കാണ് ഏതൊക്കെയാണ് സോഫ്റ്റ്വെയർ അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ആ ടെക്നോളജി ഡെവലപ്മെന്റില് പറഞ്ഞതാണ്. ഇപ്പൊ നമ്മുടെ ഈ സർജറിയുടെ കേസിലാണെങ്കിൽ അല്ലെ, നേരത്തെയൊക്കെ എല്ലാം ഓപ്പൺ സർജറി ആയിരുന്നു. അത് ഭയങ്കര റിസ്ക് ആണ്. നമ്മൾ അതുപോലെ റെസ്റ്റ് കൊടുക്കണമായിരുന്നു. ഇപ്പൊ മിക്കതിനും നമ്മൾ കീ ഹോൾ അല്ലേ ചെയ്യുന്നേ. ടെക്നോളജി ഡെവലപ്പ് ചെയ്തില്ലേ, കീ ഹോൾ സർജറി അല്ലേ. അതാവുമ്പോ നമുക്ക് അത്ര പെയിൻ ഇല്ല. ഓപ്പൺ ഫുൾ ഓപ്പൺ അല്ലോ, ചെറിയ ഹോൾ ഉണ്ടാക്കി അതിൽ കൂടെയല്ലേ ചെയ്യുന്നത്. അതുപോലെ റെസ്റ്റ് ആണെങ്കിലും കുറച്ച് മതി. മറ്റേ ഓപ്പൺ സർജറിയുടെ അത്രയും റെസ്റ്റും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന ഒരിതാ പറഞ്ഞിരുന്നേ. അപ്പൊ മെഡിക്കൽ സയൻസിലെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് നമ്മുടെ സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ പോളിസികളെ തകിടം മറിക്കുകയും
രോഗനിർണയത്തിനും ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനും അതിന്റെ ട്രീറ്റ്മെന്റിനും രോഗങ്ങളുടെ ട്രീറ്റ്മെന്റിനും വേണ്ടി പുതുതായിട്ട് കണ്ടെത്തിയ എയ്ഡ്സുകൾ. ഞാൻ പറഞ്ഞപ്പോ ഓരോ ഡിസീസുകൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട് പണ്ടത്തെ സിസ്റ്റം ഉണ്ടല്ലോ, പണ്ടത്തെ ഇതല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് രോഗം നിർണയം നടത്താം. അപ്പൊ പുതിയതായി കണ്ടെത്തിയുള്ള എയ്ഡ്സ് അത് ക്ലിനിഷ്യന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ആ ഫസ്റ്റത്തെ ആ ഒരു സെന്റൻസിൽ പറഞ്ഞേക്കുന്നത്. എന്താ? മെഡിക്കൽ സയൻസിലെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് നമ്മുടെ സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ പോളിസികളെ അവിടെ തകിടമാക്കുകയും ആ ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനും ഡിസീസിനെ ട്രീറ്റ് ചെയ്യണം, ഇല്ലസിനെ ട്രീറ്റ് ചെയ്യാൻ ചികിത്സിക്കുമായി പുതിയതായിട്ട് കണ്ടെത്തിയ എയ്ഡ്സ് ക്ലിനിഷ്യന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. Demand from the clinician and the community to provide newly discovered technological capability in the hospital and the healthcare service system. പിന്നെ ഹോസ്പിറ്റലിലും ഇങ്ങനെയുള്ള ഹെൽത്ത് സർവീസ് സിസ്റ്റത്തിലും പുതിയതായിട്ട് കണ്ടെത്തിയ ന്യൂലി ഡിസ്കവേർഡ് ടെക്നോളജിക്കൽ കാപ്പബിലിറ്റീസ്, പുതുതായി കണ്ടെത്തിയ ഒരു സാങ്കേതിക കഴിവുകള് അത് നൽകണമെന്ന് ക്ലിനിഷ്യനും കമ്മ്യൂണിറ്റിയും ആവശ്യപ്പെടുന്നു. നമുക്കിപ്പോ അങ്ങനെയല്ലേ, പുതിയ ടെക്നോളജി വേണം, അല്ലാതെ പഴയ രീതിയിലുള്ളത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹോസ്പിറ്റലിലേക്കൊന്നും നമ്മൾ അങ്ങ് പോകുന്നില്ല. ഇപ്പൊ നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ പോകാനാണ് നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടം. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിലും ഹെൽത്ത് സർവീസിലൊക്കെ നമ്മൾ പുതിയതായി കണ്ടെത്തിയിട്ടുള്ള ആ സാങ്കേതിക കഴിവുകൾ നൽകണമെന്ന് ക്ലിനിഷ്യനും കമ്മ്യൂണിറ്റിയും എന്ത് ചെയ്തു? ഡിമാൻഡ് ചെയ്തു, ആവശ്യപ്പെടുന്നു. അപ്പോ ഞാൻ നോക്കിയേ, it has been noticed that at least half of the last decades എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശതാബ്ദങ്ങളായിട്ട്, ശതാബ്ദങ്ങളായിട്ട് അല്ലെങ്കിൽ 10 വർഷം, rise in the medical cost is attributable. അവിടെ വേർഡ് ഒന്ന് കറക്റ്റ് ചെയ്തത് കേട്ടോ. attributable സംബന്ധിക്കുന്ന, attributable to high technology, medicine, especially diagnosis and surgical procedure. അപ്പൊ ഈ കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങളില് കുറഞ്ഞത് ഏകദേശം ഒരു പകുതിയോളം മെഡിക്കൽ കോസ്റ്റ്, മെഡിക്കൽ ചിലവുകൾ വരുന്നത് ഈ കൂടാൻ കാരണം ആ ഒരു ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റിയിലെ ആ സർജിക്കൽ പ്രൊസീജിയർ ഒക്കെ മൂലമാണെന്ന് അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു 10 വർഷങ്ങളായിട്ട് നമ്മൾ മെഡിക്കൽ കറക്ഷനാണ്. അവിടെ നോക്കിയേ, ഇറ്റ് ഹാസ് ബീൻ നോട്ടീസ് ദാറ്റ് അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദ ലാസ്റ്റ് ഡെക്കേഡ്സ് ഇൻ റൈസ് ഇൻ മെഡിക്കൽ കോസ്റ്റ് ഈസ് ഇംപ്യൂട്ടബിൾ എന്നാണ്. അത് വെട്ടിക്കളയാ, വേണ്ടതല്ല അവിടെ. attributable 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 attributable. അപ്പൊ എന്താ പറഞ്ഞ, കഴിഞ്ഞ ഒരു 10 വർഷങ്ങളായിട്ട് നമ്മൾ ആ കൂടുതലും ആ ചെലവുകൾ, മെഡിക്കൽ കോസ്റ്റ് വന്നത് ഏതാണ്? ഈ ഉയർന്ന ഒരു ടെക്നോളജി, സാങ്കേതിക വിദ്യയുടെ, പ്രത്യേകിച്ച് ഡയഗ്നോസ്റ്റിക്കിൽ വന്ന ടെക്നോളജി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയർ മൂലമാണെന്ന് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആ ഒരു ചെലവ് കൂടുതലാണല്ലേ, മെഡിക്കൽ കോസ്റ്റ് കൂടുതലല്ലേ. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോയാൽ കണ്ടുവരുന്ന ബില്ലാണോ ഇന്ന് വരുന്നേ? ആണോ? ഇപ്പൊ നമ്മൾ ഒരു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ കണ്ട് നിസ്സാര പൈസക്ക് അവിടെ നിന്ന് നമുക്ക് ഡിസ്ചാർജ് ആയി പോവാം. പക്ഷെ ഇപ്പൊ നോക്കിയേ, ആ മെഡിക്കൽ കോസ്റ്റിൽ എന്താ ചെലവ് വന്നു, അത് കൂടി. അതാ പറഞ്ഞേക്കുന്നേ. അത് എന്തുകൊണ്ടാണ് അവിടെ പറഞ്ഞേക്കുന്നേ? ഇറ്റ് ഹാസ് ബീൻ നോട്ടീസ് ദാറ്റ് അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദ ലാസ്റ്റ് ഡെക്കേഡ്സ് റൈസ് ഇൻ മെഡിക്കൽ കോസ്റ്റ് ഈസ് attributable to high technology medicine, especially diagnostic and surgical procedure. അപ്പൊ രോഗനിർണയത്തിന് നമ്മൾ പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. സർജിക്കൽ പ്രൊസീജിയർ ചെയ്യാനും നമ്മൾ എന്താ പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു 10 വർഷങ്ങളായിട്ട് നമ്മൾ മെഡിക്കൽ കോസ്റ്റ് എന്താ ഉയരാൻ കാരണം.
അത് ഈ എന്താണ് ഈ നമ്മള് ടെക്നോളജി ഈ ഹൈ ടെക്നോളജി മെഡിസിൻ, അതായത് ഡയഗ്നോസിസിനും സർജിക്കൽ പ്രൊസീജിയറിനും ഒക്കെ ആയിട്ട് നല്ല വലിയ ടെക്നോളജി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ആ മെഡിക്കൽ കോസ്റ്റ് കൂടാൻ കാരണം. In spite of high cost, the commercial firms and the corporate bodies are launching the state-of-the hospital with the newest medical technology with the economic returns and are increasing. അല്ലാതെ ഈ ഒപ്പം നമ്മൾ പറഞ്ഞല്ലോ മെഡിക്കൽ കോസ്റ്റ് ഉയർന്നിരിക്കുകയാണ് അല്ലെ, കോസ്റ്റ് കൂടുതലാണ്. എന്തുകൊണ്ടാ? ഡയഗ്നോസ്റ്റിക് സർജിക്കൽ പ്രൊസീജിയറിൽ അല്ലെങ്കിൽ ഹൈ ടെക്നോളജി മെഡിസിൻ കാരണം ആ മെഡിക്കൽ കോസ്റ്റ് ഉയർന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. എങ്കിലും ഈ ഉയർന്ന ചെലവുകൾക്കിടയിലും ഈ നമ്മൾ കോർപ്പറേറ്റ് ബോഡീസ്, വാണിജ്യ സ്ഥാപനങ്ങള്, കൊമേഴ്ഷ്യൽ ഫേംസ്, വാണിജ്യ സ്ഥാപനങ്ങള്, കോർപ്പറേറ്റ് ബോഡീസ്, ഇതൊക്കെ ഏറ്റവും പുതിയ ഒരു മെഡിക്കൽ ടെക്നോളജി ഉപയോഗിച്ച് ഒരു സാമ്പത്തിക ലാഭത്തോടു കൂടി ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു അവസ്ഥ, ആ ഒരു ഇത് എന്ത് ചെയ്യാ, വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു ഇത്രയും ചെലവ് വരുന്നുണ്ട്, മെഡിക്കൽ ചെലവുകൾ കൂടുതലുണ്ട്. എന്നുവെച്ചാൽ ഡയഗ്നോസ്റ്റിക് സർജിക്കൽ പ്രൊസീജിയർ ഒക്കെ ഹൈലി ടെക്നോളജി ഭയങ്കര അധികം ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ മെഡിക്കൽ കോസ്റ്റ് കൂടുതലാണ്. എന്നാൽ ഈ ഉയർന്ന ചെലവുകൾക്കിടയിലും കൊമേഴ്ഷ്യൽ ഫേംസ്, ചില വാണിജ്യ സ്ഥാപനങ്ങളും കോർപ്പറേറ്റ് ബോഡീസ് ഒക്കെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഈ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, സാമ്പത്തിക ലാഭത്തോടു കൂടി. അപ്പൊ നല്ല ടെക്നോളജി അവിടെ ഉപയോഗിക്കുമ്പോൾ ആളുകൾ കൂടുതൽ വരൂലേ അല്ലെ? അപ്പൊ ആ ഹോസ്പിറ്റലിന് നല്ലൊരു ഇൻകം കിട്ടൂല അവിടെ. അതാ പറഞ്ഞേക്കുന്നത്, ഈ ഉയർന്ന ചെലവുകൾക്കിടയിലും ഈ ചില കൊമേഴ്ഷ്യൽ ഫേംസ്, കോർപ്പറേറ്റ് ബോഡീസ്, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഏറ്റവും പുതിയ ഒരു മെഡിക്കൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ലാഭത്തോടു കൂടി, നഷ്ടമുണ്ടെങ്കിൽ അവര് നടത്തുമോ? ഹോസ്പിറ്റലിൽ നഷ്ടത്തിലാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ അടച്ചു കിട്ടും അല്ലെ? അവരെന്ത് ചെയ്യുന്നു, ആ ഒരു എന്താ പറയാ, ആ ഉയർന്ന ചെലവുകൾക്കിടയിൽ പോലും ഈ നല്ല ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക ലാഭത്തോടു കൂടി ഹോസ്പിറ്റലിന്റെ ആ ഒരു ഇത് ഇംപ്രൂവ് ചെയ്തേക്കാണ്. ആ ഒരു പണ്ടത്തെ ഇതിൽ നിന്നും ആ ഒരു അവസ്ഥ അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് എന്താന്ന് നോക്കിയേ, ദിസ് പ്രൊവൈഡ്സ് ദ ഗ്രോത്ത്. Okay, this proves the growing level of the healthcare awareness among the people and the utilization of such services by the people from the private sector too. This proves that ഇതെന്താ തെളിയിക്കുന്നേ? ഇത് നമ്മള് എന്താ തെളിയിക്കുന്നേ? ഹെൽത്ത് കെയർ അവയർനെസ് കൂടുതൽ ആളുകൾക്ക്, ജനങ്ങൾക്കിടയിൽ ഒരു ഹെൽത്ത് കെയർ അവയർനെസ് വളരുന്നതിനും ഒരു പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ആളുകള് അത്തരം സർവീസുകള് പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതിനും ഒരു തെളിവാണ്. അത് പ്രൂവ് ചെയ്യാണ് അല്ലെ? അപ്പൊ ആളുകൾ കൂടുതൽ ആ ഒരു പ്രൈവറ്റ് സെക്ടറിലുള്ള ആളുകൾ കൂടുതൽ ആ സർവീസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതിനൊരു തെളിവല്ലേ ആ ഹോസ്പിറ്റലിൽ ഇൻകം കൂടുക എന്നുള്ളത് അല്ലെ? ആ ഹോസ്പിറ്റലിൽ ഒരു ഇൻകം കൂടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സർവീസ് അവരത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അല്ലെ? അപ്പൊ ഇത് ജനങ്ങൾക്കിടയിൽ ഒരു ഹെൽത്ത് കെയർ അവയർനെസ് വളർത്തുന്നതിനും ഈ പ്രൈവറ്റ് സെക്ടറിൽ നിന്നുള്ള ആളുകൾ അത്തരം സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നതിനും ഒരു തെളിവാണിത്. It shows that there is increasingly more and more supremacy by consumer. ശ്രദ്ധിച്ചേ, അതുകൊണ്ട് ഇവിടെ ആർക്കാ സുപ്രീമസി, മേൽക്കോയ്മ കൊടുക്കേണ്ടത് ആർക്കാ? കൺസ്യൂമറിനാണ്. rather than ആരെക്കായും? providers or producers in medical practice. അത് പ്രൊവൈഡേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നവരെക്കായും ആ പ്രൊസീജിയറിനേക്കായും ആർക്കവിടെ മേൽക്കോയ്മ കൊടുക്കണം? സുപ്രീമസി ആർക്ക് കൊടുക്കണം? കൺസ്യൂമർ ആരെവിടെ? ഹോസ്പിറ്റലിലെ കൺസ്യൂമർ എന്ന് ഉദ്ദേശിക്കുന്ന ആരാ? പേഷ്യൻസ് അല്ലെ? പേഷ്യൻസിന് എന്ത് ചെയ്യണം? സുപ്രീമസി, ഒരു മേൽക്കോയ്മ കൊടുക്കണം. കൺസ്യൂമറിന് കൂടുതൽ മേൽക്കോയ്മ ഉണ്ടെന്ന് ഇത് കാണിക്കുന്നു. It shows that ആ ഒരു സെന്റൻസ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. It shows that there is increasingly more and more supremacy by consumer.
ആരേക്കായും rather than providers or procedures in medical practice. ഇതൊക്കെ ലാസ്റ്റ് സെന്റൻസ് എന്ന് പറഞ്ഞേക്കുന്നത് ഹോസ്പിറ്റൽ ഇൻക്ലൂഡിംഗ് ടു പ്രൊവൈഡ് മോർ ആൻഡ് മോർ റെപ്യൂട്ടഡ് സർവീസസ് ഈസ് one discipline or other rather than a holistic institution. Holistic institution എന്ന് വെച്ചാൽ സമഗ്രമായ സ്ഥാപനം. അതായത് നമ്മൾ ആ ട്രീറ്റ്മെന്റിനേക്കാളും എന്താ നമ്മൾ അവരുടെ മെന്റൽ ഫിസിക്കൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ആണ്. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. Rather than a holistic institution of healthcare with a multidisciplinary medical team like the eye, ENT, general surgery, etc., resulting it to be a profit-oriented business establishment. ഒന്ന് ശ്രദ്ധിച്ചവിടെ ഇവിടെ എന്താ പറഞ്ഞിരുന്നത് ലാസ്റ്റ് സെന്റൻസിനോട് നോക്കിയേ, ഐ, ENT, ജനറൽ സർജറി പോലെയുള്ള ഡിസിപ്ലിനറി മെഡിക്കൽ ടീം ഉള്ള, ഏതൊക്കെയാണ് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഇതുള്ളത്, ഐ, ENT, ജനറൽ സർജറി തുടങ്ങിയ ഒരു മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ ടീം ഉള്ള ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനേക്കാൾ ഹെൽത്ത് കെയറിനേക്കാൾ ഒരു വിഭാഗത്തിലോ അല്ലെങ്കിൽ മറ്റ് കൂടുതൽ ചുരുങ്ങിയ സേവനങ്ങൾ, ഇത്രയും ഇലാബറേറ്റഡ് അല്ലാത്ത ചുരുങ്ങിയ സേവനങ്ങൾ നൽകുന്ന ആശുപത്രി ഉൾപ്പെടെ അതെന്താണ് ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് സ്ഥാപനമായി മാറും. ഇത് ചലഞ്ചസ് ആണ് കേട്ടോ. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന ചലഞ്ചസ് ആണ്. അപ്പൊ ഇപ്പൊ എല്ലാം പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ലേ? ശരിക്കും ഒരു ബിസിനസ് പോലെ പണ്ടത്തെ പോലെ അത്ര ആത്മാർത്ഥതയിലൊന്നും അല്ല അല്ലെ? എത്ര കേസുകളാണ് നമ്മൾ അങ്ങനെ കേൾക്കുന്നത്? അവിടെ എന്ന് പറഞ്ഞാൽ ക്യാഷിനാണ് പ്രധാനം, അല്ലാതെ നമ്മുടെ ഇതിനൊന്നും അല്ല. അവിടെ ഇപ്പൊ ആൾക്ക് അസുഖം മാറിയില്ലെങ്കിൽ ഇത്ര രൂപ ഫിക്സ്ഡ് ആണ് കെട്ടിവെക്കണം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ അല്ലെ? അല്ലാതെ പണ്ടത്തെ അത്ര ആത്മാർത്ഥ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ്. ഒരു ലാഭാധിഷ്ഠിതമായി നടക്കുന്ന ബിസിനസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ ഹോസ്പിറ്റലുകളും അല്ലാണ്ട് ഞാൻ പറഞ്ഞത് ചില ഹോസ്പിറ്റലുകൾ ഇപ്പൊ നമ്മുടെ സിനിമയില് വേണ്ട, റിയലായിട്ട് വേണ്ട, സിനിമയിൽ അങ്ങനെ എത്രയോ പടങ്ങളിലുണ്ട് അല്ലെ? വെറും ഒരു എന്താ പറയാ ഒരു ബിസിനസ് ആയിട്ട് മാത്രം കാണുന്നത് അല്ലെ? ആ പേഷ്യൻസിന്റെ അടുത്ത് നിന്ന് കുറെ പൈസ മേടിച്ചിട്ട് അവർക്ക് മര്യാദയ്ക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാത്തത്. ഒരു സർജറി തന്നെയാണെങ്കിലും നമ്മള് ചിലപ്പോ അത് കൊണ്ട് പ്രയോജനം ഇല്ല എന്നുള്ളത് ഡോക്ടറിന് അറിയാം. പക്ഷെ എങ്കിലും എന്താ പറയാ ആ സർജറി പറയുമ്പോ നമ്മളില്ലാത്ത കാശ് കൊണ്ടുപോയി കെട്ടി വെച്ച് അങ്ങനെയൊക്കെ അതൊക്കെ ഒരു ബിസിനസ് ഇതാണ്. ഇവിടെ ലാസ്റ്റ് സെന്റൻസിൽ പറഞ്ഞേക്കുന്നത് ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത് എന്താ? ഐ, ENT, ജനറൽ സർജറി പോലെയുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് മെഡിക്കൽ ടീം ഉള്ള ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനേക്കാൾ ഒരു ചുരുങ്ങിയ സേവനങ്ങൾ നടത്തുന്ന ഒരു ഹോസ്പിറ്റൽ ഉൾപ്പെടെ അതെന്തായി ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് സ്ഥാപനമായി മാറും. അങ്ങനെ വരുമ്പോൾ അതെന്താ? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ആ പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ ഒരു അത്രയും ഒന്നും മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതിൽ നിന്നൊന്നും അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കാം. അതൊരു എന്താ ലാസ്റ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് സ്ഥാപനമായി മാറുന്നു പറഞ്ഞാൽ എന്താ? അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ അവിടെ ഹെൽത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന ഒരു ചലഞ്ചാണത്, ഒരു വെല്ലുവിളിയാണ്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് എക്സാമിന്റെ ബേസിൽ നിങ്ങൾ പഠിക്കേണ്ടത് പേഷ്യന്റ് സർവീസ് ചലഞ്ചിൽ വരുന്നത് ഏതൊക്കെയാണ്? Which of the following is included in patient service challenges? നോക്കിയേ, ക്വാളിറ്റി കെയർ, നല്ല രോഗി പരിചരണം കൊടുക്കണം. അത് ഈ പേഷ്യന്റിന്റെ സേവനവുമായി ബന്ധപ്പെട്ട വെല്ലുവിളിയാണ് അല്ലെ? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന പേഷ്യന്റിന്റെ സേവനവുമായി ബന്ധപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. മനസ്സിലായോ? പേഷ്യന്റ് സർവീസ് ചലഞ്ചസ്. നോക്കിയ ഫസ്റ്റ് എന്താ പറഞ്ഞത്? ക്വാളിറ്റി കെയർ, ഒരു നല്ലൊരു പരിചരണം. ഇപ്പൊ നമ്മളെ മര്യാദയ്ക്ക് ശ്രദ്ധിക്കില്ല, നമുക്ക് നല്ലൊരു ക്വാളിറ്റി കെയർ നൽകുന്നില്ല
നല്ലൊരു കുടിമേന്മയിലുള്ള ഒരു സംരക്ഷണം നൽകുന്നില്ല, അത് അവർ നേരിടുന്ന വെല്ലുവിളിയല്ലേ. അപ്പൊ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാർ വരെയും പിന്നെ വരുന്നതെയോ. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന ഒരു പ്രശ്നമല്ല, അത് ഒരു ചലഞ്ച് അല്ലേ. അത് എന്ത് ചെയ്യാ, നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കുക. ഓക്കെ, പേഷ്യന്റ് സർവീസ് ചലഞ്ചസ് ആട്ടോ, പേഷ്യന്റിന്റെ സേവനവുമായി ബന്ധപ്പെട്ട് വരുന്ന വെല്ലുവിളി. എന്താണ് ഫസ്റ്റത്തെ? ക്വാളിറ്റി കെയർ. രണ്ടാമത് നോക്കിയ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ പേഷ്യന്റിന്റെ സംതൃപ്തി. ഓക്കെ, പേഷ്യന്റിന്റെ സംതൃപ്തി, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അല്ലെ. സാറ്റിസ്ഫൈഡ് ആവണ്ടേ, നമ്മൾ നല്ല സംതൃപ്തി വേണ്ടേ. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന ട്രീറ്റ്മെന്റ് എടുത്ത് നമുക്ക് അതിലൊരു സംതൃപ്തി വേണം. ചുമ്മാ നമ്മൾ വെറുതെ പോയി കാശ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു മനസ്സിൽ ഇഷ്ടമല്ല അല്ലെങ്കിൽ അത് ഇതല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത് രണ്ടാമത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന വെല്ലുവിളിയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സംതൃപ്തി. അവരെ സംതൃപ്തിരല്ലെങ്കിൽ അവരവിടെ നിന്ന് പോകും, വേറെ ഹോസ്പിറ്റൽ ഇഷ്ടം പല ഹോസ്പിറ്റലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് പേഷ്യൻസിന് നല്ല രീതിയിൽ നിർത്തുക, അവരുടെ സംതൃപ്തിക്ക് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, പിന്നെ അടുത്ത് നോക്കിയത് ന്യൂ ടെക്നോളജി, പുതിയ പുതിയ ടെക്നോളജി. ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പുതിയ പുതിയ ടെക്നോളജി വരുമ്പോ അതിനനുസരിച്ച് അവരും അത് ശരിയാക്കണം അല്ലെ. അത് പണ്ടുള്ള കാര്യങ്ങളും വെച്ചോണ്ടിരുന്നവര് മനുഷ്യനും ഹോസ്പിറ്റലിലേക്ക് ചെല്ലൂല. ടെക്നോളജി ഡെവലപ്പ് ചെയ്യണതിനനുസരിച്ച് ഹോസ്പിറ്റൽ അത് എന്ത് ചെയ്യണം, അഡാപ്റ്റ് ചെയ്യണം, അത് അവിടെ ഇൻക്ലൂഡ് ചെയ്യണം, ഉൾക്കൊള്ളണം പുതിയ പുതിയ ടെക്നോളജി. പിന്നെ നോക്കിയ സർവീസ് എക്സ്പാൻഷൻ, സർവീസ് സേവന വികസനം. സർവീസ് എക്സ്പാൻഡ് ചെയ്യണം, എക്സ്പാൻഷൻ സേവന വികസനം. ഓവർ ക്രൗഡിങ്, അടുത്ത് നോക്കി അമിത തിരക്ക്, അതും ഈ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന ചലഞ്ചാണ് ഓവർ ക്രൗഡിങ്, അമിത തിരക്ക്. അങ്ങനെ വലിയ തിക്കും തിരക്കും അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. അതാണ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. ഓവറോൾ മാനേജ്മെന്റ് ആണ് അല്ലെ. അധികം തിരക്കില്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സ്മൂത്ത് ആയിട്ടൊക്കെ ഓർഡർ ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓവർ ക്രൗഡിങ് ഒരു ചലഞ്ചിൽ വരുന്നതാണ്. കിട്ടിയോ? ക്വാളിറ്റി കെയർ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ന്യൂ ടെക്നോളജി, സർവീസ് എക്സ്പാൻഷൻ, ഓവർ ക്രൗഡിങ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇനി അടുത്തത് ഇന്റേണൽ ചലഞ്ച് ആണ്. ഒന്ന് രണ്ട് പോയിന്റ് പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. ഇന്റേണൽ ചലഞ്ചസ്, അതായത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വരുന്ന വെല്ലുവിളികൾ. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വരുന്ന അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന വെല്ലുവിളികൾ. ഹോസ്പിറ്റലിന്റെ ഉള്ളില് അകത്തുള്ളത് ഇന്റേണൽ ചലഞ്ചസ്. ഇതും ചോദിക്കണ്ട. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇന്റേണൽ ചലഞ്ചസ്? ഓക്കെ, ഫസ്റ്റ് ഇത് നോക്കിയേ, ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി മാനേജ് ചെയ്യുക എന്നുള്ളത് ഇന്റേണൽ ചലഞ്ച്. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വരുന്ന ഒരു ചലഞ്ചിലാണ്, ഒരു വെല്ലുവിളിയാണ്. നല്ല ക്വാളിറ്റി ഒക്കെ ആയിരിക്കണം അല്ലെ. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചാപ്റ്റർ തന്നെ പഠിച്ചതാണ് അല്ലെ. അതുകൊണ്ട് ഡീറ്റെയിൽ ആക്കി പറയണ്ട. ക്വാളിറ്റി മാനേജ്മെന്റ്. നെക്സ്റ്റ് നോക്കിയ കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, ചെലവ് നിയന്ത്രണം. കോസ്റ്റ് കണ്ടെയ്ൻമെന്റ്, ചെലവ് നിയന്ത്രണവും ഫിനാൻഷ്യൽ കോൺസ്ട്രെയിൻസ്, സാമ്പത്തിക പരിമിതിയും. ചെലവുകൾ നിയന്ത്രിക്കണ്ടേ? കുറേ ചെലവായി കഴിഞ്ഞ ഒരു കാര്യമില്ല. അപ്പൊ അതെല്ലാം കോസ്റ്റ്. അവിടെ ഹോസ്പിറ്റലിലെ ചെലവ് നിയന്ത്രിക്കണം. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വരുന്നതാണ് നോക്കുക കേട്ടോ. ഇന്റേണൽ ചലഞ്ചിൽ വരുന്നതാണ്. എന്താണ്? ചെലവ് നിയന്ത്രിക്കുന്നത്. ചെലവ് നിയന്ത്രണവും അതുപോലെ സാമ്പത്തിക പരിമിതികൾ, ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ ഹോസ്പിറ്റലിന്, അത്. ഫിനാൻഷ്യൽ കോൺസ്ട്രെയിൻസ്, സാമ്പത്തിക പരിമിതികളും. പിന്നെ അടുത്ത് നോക്കി ലീഡർഷിപ്പ് മോട്ടിവേഷൻ, നേതൃത്വ പ്രചോദനം. ലീഡർഷിപ്പ് മോട്ടിവേഷൻ, നേതൃത്വ പ്രചോദനം. അപ്പൊ ഓരോരുത്തരും ലീഡർഷിപ്പ് അതുണ്ടല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുക എന്നുള്ളത്. ലീഡർഷിപ്പ് മോട്ടിവേഷൻ, നേതൃത്വം, അതിനുള്ള മോട്ടിവേഷൻ ഒക്കെ കൊടുക്കാന്നുള്ള പ്രചോദനം. മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി, പുതിയ പുതിയ IT ഇൻഫർമേഷൻ ടെക്നോളജികൾ. പിന്നെ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, മത്സര ബുദ്ധിയുള്ള മാർക്കറ്റ്. കോമ്പറ്റേറ്റീവ്, അതായത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒക്കെ നമ്മൾ പഠിച്ചില്ലേ, അതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യണം അല്ലെ. കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. പവർ ക്രേസ്, അധികാര ആവേശം. പവർ ക്രേസ്, അധികാര ആവേശം. അതും ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വരുന്നതാണ്. ഓരോരുത്തർക്കും ഓരോ പവർ ഉണ്ടല്ലോ, ഓരോ പൊസിഷനുകൾ ഉണ്ട് അല്ലെ. അതൊക്കെ ഇത് ചെയ്യാനുള്ള അധികാരത്തോടുള്ള ഒരു ആവേശം.
പവർ ഫേസ്. ഓരോരുത്തർക്കും ഓരോ പവർ ഉണ്ട്, അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഇതാക്കാം. പിന്നെ അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? മാൻ പവർ മാനേജ്മെന്റ്. എന്താണ് മാൻ പവർ? മനുഷ്യരെ, മാൻ പവർ മനുഷ്യശക്തി അല്ലെ, അത് മാനേജ് ചെയ്യും. മാൻ പവർ മനുഷ്യരെയൊക്കെ എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക. മാൻ പവർ മാനേജ്മെന്റ്. ടെക്നോളജി മാനേജ്മെന്റ്, ടെക്നോളജികളെ മാനേജ് ചെയ്യുക. ടെക്നോളജി മാനേജ്മെന്റ്. ഫിക്സ്ഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, സ്ഥിരമായ ഒരു സംഘടന ഘടന. ഒരു ഓർഗനൈസേഷൻ കറക്റ്റ് ആയിരിക്കണം അല്ലെ, ഒരു ഫിക്സ്ഡ് ആയിരിക്കണം, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സംഘടന ഘടന. ഫിക്സ്ഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, സ്ഥിരമായ ഒരു സംഘടന ഘടന. ഓർഗനൈസേഷൻ കറക്റ്റ് ആയാലാണ് എല്ലാം ഉണ്ടാവും. ഇതെല്ലാം ഇന്റേണൽ ചലഞ്ചസിൽ ഉൾപ്പെടുന്നതാണ്. ഹോസ്പിറ്റലിന്റെ ഉള്ളില് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന വെല്ലുവിളികൾ. അപ്പൊ അതിനകത്ത് ഇന്റേണൽ ചലഞ്ചിൽ വരുന്ന ഏതൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. ഇതൊന്നും വായിച്ചു വെക്കാം. നമുക്ക് 31 ഇതായി, കുഴപ്പമില്ല. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇന്റേണൽ ചലഞ്ച് ഒന്നുകൂടി വേണമെങ്കിൽ ഒന്ന് പറയാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.